കാര്യപരിപാടികൾ, അതേപോലെ തന്നെ വികസന പദ്ധതികൾ, മറ്റ് സ്കീമുകൾ എല്ലാം സംബന്ധിച്ച് ഒരു രൂപരേഖ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം വിശദമായ ചർച്ച ചെയ്ത് അതിന് ഒരു രൂപം നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഔപചാരികമായ പ്രഖ്യാപനത്തിനായി ഇവിടെ ബഹുമാന്യപ്പെട്ട മുഖ്യമന്ത്രി അവர்களுം അതുപോലെ തന്നെ മന്ത്രിമാരും എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ യോഗത്തിലേക്ക് നിങ്ങളെല്ലാവരെയും, മാധ്യമപ്രവർത്തകരെയും അതുപോലെ തന്നെ ജനപ്രതിനിധികളെയും എൻ്റെ സഹപ്രവർത്തകരെല്ലാവരെയും വിശിഷ്ട വ്യക്തികളെല്ലാവരെയും ഞാൻ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സഹമന്ത്രിമാരെ, മറ്റ് ജനപ്രതിനിധികളെ, ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരെ, സുഹൃത്തുക്കളെ, UDF ഗവൺമെൻറ്റിൻ്റെ 100 ദിവസത്തെ പരിപാടികൾ അത് ഇന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇന്ന് കൂടിയ ക്യാബിനറ്റ് അതിന് അവസാന രൂപം കൊടുത്തു. അധികാരത്തിൽ വന്നിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയുള്ളൂ. എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് വളരെ വിശദമായ പരിപാടികൾക്ക് വേണ്ടത്ര സമയം കിട്ടിയിട്ടില്ല. പക്ഷെ ആദ്യത്തെ 100 ദിവസത്തെ പരിപാടി അത് ഗവൺമെൻറ്റിൻ്റെ ഒരു ലക്ഷ്യം ഏത് വഴിക്ക് നീങ്ങുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചന. ഒരു കറപ്ഷൻ ഫ്രീ ഗവൺമെൻറ്, പ്രോ പുവർ ഗവൺമെൻറ്, പ്രോ ഡെവലപ്മെൻറ്റ് ഗവൺമെൻറ്, ഈ 3 കാര്യങ്ങളാണ് മുഖ്യമായിട്ടും ഉദ്ദേശിക്കുന്നത്. സർക്കാരിൻ്റെ മുഖമുദ്ര സുതാര്യതയായിരിക്കണം. ജനങ്ങൾക്ക് എല്ലാം അറിയാനുള്ള അവകാശം ഉള്ള ഒരു കാലഘട്ടമാണ്. ജനങ്ങൾ അറിയേണ്ടതെല്ലാം അറിഞ്ഞും അറിയിക്കാനും സാധിക്കുന്ന ഒരു സാഹചര്യം, അതാണ് ഈ ഗവൺമെൻറ് മുഖമുദ്രയായിട്ട് സ്വീകരിക്കുന്നത്. അഴിമതിക്കെതിരെ അതിശക്തമായി അതിവേഗത്തിൽ ബഹുദൂരം വികസനവും കരുതലും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF മുഴക്കിയ മുദ്രാവാക്യം വികസനവും കരുതലും എന്നതായിരുന്നു. അപ്പോൾ ഈ ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഉള്ള പ്രവർത്തന പരിപാടികളാണ് ഇന്ന് രൂപം കൊടുത്തിട്ടുള്ളത്. ഞാൻ സുതാര്യതയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ മുഖ്യമുദ്ര എന്ന് പറഞ്ഞു. മന്ത്രിമാരും അവരുടെ കുടുംബാംഗങ്ങളും സ്വത്ത് വിവരം പരസ്യപ്പെടുത്തും. അത് വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അഖിലേന്ത്യാ സർവീസിലുള്ള ഉദ്യോഗസ്ഥര്, ഡിപ്പാർട്ട്മെന്റ് തലവര്, സീനിയർ ഓഫീസർമാരും അവരുടെ കുടുംബാംഗങ്ങളും അവരുടെ സ്വത്ത് വിവരം വെളിപ്പെടുത്തും. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ, അത് ഉയർന്ന തലത്തിൽ ഉള്ള മുഴുവൻ പേഴ്സണൽ സ്റ്റാഫിൻ്റെയും സ്വത്ത് വിവരം വെളിപ്പെടുത്തും. അഡ്വക്കേറ്റ് ജനറലും സർക്കാർ ലോ ഓഫീസർമാരും അവരുടെ കുടുംബാംഗങ്ങളും അവരുടെയും സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തും. കാരണം ജനങ്ങൾക്ക് അറിയാനുള്ള ആ അവകാശം അത് ഒരു തടസ്സവും കൂടാതെ മുമ്പോട്ട് പോകണം എന്നുള്ളതാണ്. അതോടൊപ്പം സർക്കാരിൻ്റെ എല്ലാ ഉത്തരവുകളും ജനപരിശോധനയ്ക്ക് നൽകുകയാണ്. ഇനി മുതൽ റൈറ്റ് ടു ഇൻഫർമേഷൻ അനുസരിച്ച് ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവിനെ കുറിച്ച്, ഗവൺമെൻറ്റിൻ്റെ ഒരാവശ്യത്തെക്കുറിച്ച് ഒരാൾ അങ്ങോട്ട് പോയി റൈറ്റ് ടു ഇൻഫർമേഷൻ അനുസരിച്ച് അപേക്ഷ കൊടുക്കേണ്ട കാര്യം പോലുമില്ല. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാനാണ്, പബ്ലിഷ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. സർക്കാർ പുറപ്പെടുവിക്കുന്ന എല്ലാ ഉത്തരവുകളും
അതേ ദിവസം വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കും. എല്ലാ സർക്കാർ ടെൻഡറുകളുടെയും പ്രൈസ് ബിഡ് റിസൾട്ട് ബിഡ് തുറക്കുന്ന അതേ ദിവസം വെബ്സൈറ്റിൽ കൊടുക്കും. എല്ലാ സർക്കാർ കരാറുകളും എഗ്രിമെന്റുകളും ഒപ്പിട്ട ദിവസം വെബ്സൈറ്റിൽ കൊടുക്കും. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയിൽ സർക്കാർ കോപ്പി നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ നൽകാതെ അത് വെച്ച് താമസിപ്പിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഇന്ന് റൈറ്റ് ടു ഇൻഫർമേഷൻ അനുസരിച്ച് നടപടിയെടുക്കാൻ വ്യവസ്ഥയുണ്ട്. അതിന് പുറമെ ഗവൺമെന്റ് തലത്തിലും അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കത്തില്ല, നടപടിയെടുക്കും. വിവരാവകാശ പ്രകാരമുള്ള അപേക്ഷയും ഫീസും ഓൺലൈനായിട്ട് സ്വീകരിക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടാക്കും. അതുപോലെ തന്നെ സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകളിലും വിവരാവകാശ അപേക്ഷാ ഫീസ് പോസ്റ്റൽ ഓർഡറായോ മണി ഓർഡറായിട്ടോ സ്വീകരിക്കും. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നടപ്പിലാക്കുമ്പോൾ ഈ സൗകര്യം കേന്ദ്ര ഗവൺമെന്റ് നൽകിയിരുന്നെങ്കിലും സംസ്ഥാനത്ത് അത് നൽകിയിരുന്നില്ല. അതും നൽകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അഴിമതിയെക്കുറിച്ച് വിവരം നൽകുന്നവരുടെ രഹസ്യ സ്വഭാവം നിലനിർത്താൻ ചീഫ് വിജിലൻസ് കമ്മീഷന്റെ വിസിൽ ബ്ലോവർ പ്രൊട്ടക്ഷൻ പോളിസി, അവരെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും സംരക്ഷിക്കുന്ന, അത് കാത്തുസൂക്ഷിക്കുന്ന, അവരെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും പുറത്തേക്ക് വിടാതെ അവർക്കുള്ള പൂർണ്ണ സംരക്ഷണം ഉറപ്പുവരുത്തും. ഇത്തരം വിവരങ്ങൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രത്യേക സംവിധാനവും ഉണ്ടായിരിക്കും. അഴിമതി കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് റിവാർഡ് കൊടുക്കും. എല്ലാ ഓഫീസുകളിലും പൗരാവകാശ രേഖ പ്രസിദ്ധീകരിക്കും. അഴിമതിക്കെതിരെ ഉള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടികൾ ഞാനിവിടെ പറഞ്ഞത്. ടെൻഡർ അതിലിരിക്കുന്നവരുടെ കുറവല്ല, നിയമത്തിന്റെ പോരായ്മ കൊണ്ട് ഫലപ്രദമല്ല എന്ന ആക്ഷേപമുണ്ട്. ലോകായുക്തയ്ക്ക് ശുപാർശ കൊടുക്കാൻ മാത്രമേ അവകാശമുള്ളൂ. അത് ശുപാർശ ഗവൺമെന്റ് സ്വീകരിക്കണം എന്ന് നിർബന്ധമില്ല. അപ്പൊ അതുകൊണ്ട് ലോകായുക്ത ബിൽ കുറെ കൂടി ശക്തമാക്കാൻ, കാര്യക്ഷമമാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട പദ്ധതികൾക്ക് ആസൂത്രിതമായ വിഭവ വിനിയോഗവും പദ്ധതിയിൽ നിന്നുള്ള സാമൂഹ്യ നേട്ടവും സുതാര്യതയും മുന്നിൽ കണ്ട് മുൻകൂർ സാമൂഹ്യ സാമ്പത്തിക പരിശോധനയ്ക്ക് ഫിനാൻഷ്യൽ ആൻഡ് സോഷ്യൽ പ്രീ ഓഡിറ്റ് ആ സംവിധാനം ഒരുക്കുന്നതാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് 24x7 നിലയിൽ പ്രവർത്തിക്കും. മുഴുവൻ സമയവും കേരളത്തിലെ ആർക്ക് വേണമെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിക്കാൻ, ഏത് പരാതിയും പറയാൻ മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന സംവിധാനം ഉണ്ടാക്കും. ആ നടപടി പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്ന് അതിന്റെ വിജയത്തിന്റെ ആ കാര്യങ്ങളൊന്ന് വിലയിരുത്തിയ ശേഷം അതിനുശേഷം എല്ലാ മന്ത്രിമാരുടെ ഓഫീസിലും അതുപോലെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സംവിധാനം ഉണ്ടാക്കുന്നതിനെ കുറിച്ചുകൂടിയാണ് ആലോചിക്കുന്നത്. അതിന്റെ തുടക്കമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വെബിലൂടെ തത്സമയം കാണുന്നതിന് ഞാൻ 2004 മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തും അങ്ങനെ ഒരു സൗകര്യം ഉണ്ടാക്കിയിരുന്നു. ഞാൻ ഓഫീസിലുള്ള സമയത്ത് വെബ് ക്യാമറയിലൂടെ ആ ഓഫീസിലെ എല്ലാ കാര്യങ്ങളും കാണുന്നതിനുള്ള അവസരമുണ്ടാകും. ജില്ലാ കളക്ടറേറ്റുകളിൽ മുഖ്യമന്ത്രിയുടെ പരാതി സെല്ലിന്റെ ഒരു വിഭാഗം പ്രവർത്തിക്കും. തിരുവനന്തപുരത്ത് വരാതെ മുഖ്യമന്ത്രിയുടെ പരിഹാര സെല്ലിലേക്ക് പരാതി കൊടുക്കുന്നതിന് ആർക്കും അവസരം കിട്ടത്തക്ക വിധത്തിൽ എല്ലാ കളക്ടറേറ്റുകളിലും അതിനുള്ള സംവിധാനം ഉണ്ടാക്കുന്നതാണ്. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് ഒരു ജനാധിപത്യ ഭരണ സമ്പ്രദായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്നാണ് ഈ ഗവൺമെന്റ് കരുതുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും ജനസമ്പർക്ക പരിപാടി നടത്തുന്നതായിരിക്കും. ഓരോ ജില്ലയിലും വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നേതൃത്വം നൽകാനും അതോടൊപ്പം എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ ആ കുറവ്
പരിഹരിച്ച് മുമ്പോട്ട് പോകാനും ഓരോ ജില്ലയ്ക്കും ഓരോ മന്ത്രിമാരെ ചുമതലപ്പെടുത്തും. അവര് മാസത്തിലൊരിക്കലെങ്കിലും ജില്ലകളിൽ ചെന്ന് അവിടുത്തെ ജനപ്രതിനിധികളുമായും അവിടുത്തെ ഉദ്യോഗസ്ഥരായുമെല്ലാം ചർച്ചകൾ നടത്തുന്നതാണ്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ മാസത്തിലൊരിക്കൽ എങ്കിലും താലൂക്ക് തലസ്ഥാനങ്ങളില് ബഹുജന സമ്പർക്ക പരിപാടി സംഘടിപ്പിക്കും. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും കീഴിൽ പരിപാടികളുടെ നടത്തിപ്പിനും വിലയിരുത്തലിനും പ്രത്യേക സംവിധാനം ഉണ്ടാക്കും. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആദ്യത്തെ ക്യാബിനറ്റ് തന്നെ എടുത്തൊരു തീരുമാനം, ഒരു മോണിറ്ററിംഗ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് സെൽ ഒരു സംവിധാനം ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചിരുന്നു. എല്ലാ മന്ത്രിമാരുടെയും ഓഫീസുകളിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും അതിന് നേതൃത്വം കൊടുക്കാനുമുള്ള സെല്ലുകൾ പ്രവർത്തിക്കും. ആ സെല്ലുകൾ ഈ മോണിറ്ററിംഗ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് സെല്ലിന്റെ കീഴിലായിരിക്കും. ത്രിതല പഞ്ചായത്തുകളിൽ വികസന പരിപാടികളിൽ ടാർഗറ്റ് ആൻഡ് ഗോൾ സെറ്റിംഗ് എക്സസൈസ് നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിന്റെ കീഴിലുള്ള പെർഫോമൻസ് മാനേജ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ സിസ്റ്റം അത് ഈ കേരളത്തിൽ നടപ്പിലാക്കുക. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കുന്ന ഈ സംവിധാനം ഇന്നിപ്പോൾ മഹാരാഷ്ട്ര ഗവൺമെന്റ് അവിടെ അംഗീകരിച്ചിട്ടുണ്ട്. അവര് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അതിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലേക്ക് ഈ മന്ത്രിമാർക്കുമെല്ലാമായിട്ട് ഇന്ററാക്ഷൻ നടത്തുന്നതിന് വേണ്ടി അത് നടപ്പിലാക്കുന്ന, അതിന് നേതൃത്വം നടത്തുന്ന ഉദ്യോഗസ്ഥര് ഈ അടുത്ത 15-ാം തീയതി കേരളത്തിലേക്ക് വരുന്നുണ്ട്. അത് കേരളത്തിൽ നടപ്പിലാക്കും. കേന്ദ്ര സർക്കാരിന്റെ ദേശീയ ഇ ഗവേണൻസ് പദ്ധതിയുടെ അതിന്റെ അടിസ്ഥാനത്തിൽ വകുപ്പ് തല കോർഡിനേഷനും അത് എല്ലാ വിധത്തിലുള്ള ഇ ഗവേണിംഗ് പ്രവർത്തനങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഇ ഗവേണൻസ് പരിപാടിക്ക് ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുക്കും. IIM കോഴിക്കോടുമായി സഹകരിച്ച് ക്യാബിനറ്റിന് ഒരു ശില്പശാല, മന്ത്രിമാര് പ്രധാനപ്പെട്ട എക്സിക്യൂട്ടീവ്സുമായിട്ട് മാനേജ്മെന്റ് പ്രധാനികളുമായിട്ട് ചർച്ച നടത്താൻ, ഇന്ററാക്ഷൻ നടത്താൻ, അവരുടെ നിർദ്ദേശങ്ങളും അവരുടേതായ കാഴ്ചപ്പാടുകളും ഉൾക്കൊള്ളുന്നതിന് വേണ്ടി ക്യാബിനറ്റിലെ മുഴുവൻ അംഗങ്ങളും കൂടെ പങ്കെടുക്കുന്ന ഒരു ശില്പശാല ഒരു ദിവസത്തേക്ക് ഈ 100 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. കേരള വിഷൻ 2030 ഐഡിയ ബാങ്ക്. ഇന്ന് ധാരാളം പുതിയ പുതിയ ആശയങ്ങൾ ലോകത്ത്, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് ഉയർന്നു വരുന്നുണ്ട്. അതിന് വളരെയധികം കഴിവുള്ള പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, അവർ മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർ, അവർക്ക് ധാരാളം ഐഡിയ ഉണ്ട്, അവർക്ക് നിർദ്ദേശങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഗൗരവമായിട്ട് കാണണം, പഠിക്കണം, പരിശോധിക്കണം എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. കേരളത്തെ അതിവേഗം മുമ്പോട്ട് നയിക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ, സമൂഹത്തിന്റെ ഏത് തലത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങളാണെങ്കിലും അത് രണ്ട് കൈയിൽ നീട്ടി സ്വീകരിക്കാൻ ഉള്ള തയ്യാറെടുപ്പോടുകൂടിയാണ്. അതിനുവേണ്ടി ഇവിടെ വെബ്സൈറ്റില്, ഗവൺമെന്റിന്റെ വെബ്സൈറ്റില് ആർക്ക് വേണമെങ്കിലും അവരുടേതായിട്ടുള്ള നിർദ്ദേശങ്ങൾ പറയുന്നതിനുള്ള അവസരം കൊടുത്തുകൊണ്ടുള്ളതാണ് ഈ പരിപാടി. വില വർധനവ് ഇന്ന് ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വില വർധനവാണ്. നമ്മുടെ സമൂഹത്തിൽ ഗവൺമെന്റുകൾക്ക് പോലും നിയന്ത്രിക്കാനാവാത്ത വിധത്തിൽ വില വർദ്ധിക്കുന്നു. അതിന്റെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരാണ്, പാവപ്പെട്ടവരാണ്. അതിന് വേണ്ടിയിട്ടുള്ള ചില പരിപാടികൾക്ക് UDF ഗവൺമെന്റ് ഈ ദിവസങ്ങളിൽ പരിപാടി ഇട്ടിട്ടുണ്ട്. അതിന്റെ ഒന്നാമത്തെ ഇത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരുന്ന 1 രൂപയ്ക്ക് 25 കിലോ BPL കുടുംബങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഈ 100 ദിവസത്തിനുള്ളിൽ അതിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഈ ഓണത്തിന് 1 രൂപ അരി ഇവിടുത്തെ മുഴുവൻ BPL കുടുംബങ്ങൾക്കും, BPL കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ അത് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള BPL ലിസ്റ്റ് മാത്രമല്ല,
അതിനപ്പുറത്തേക്ക് സംസ്ഥാന ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള മുഴുവൻ BPL കുടുംബങ്ങൾക്കും അത് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ളതിന്റെ നേരെ കിടക്കുന്ന ഇരട്ടിയിലധികം വരുന്ന കുടുംബങ്ങൾക്ക് അതിന്റെ പ്രയോജനം കിട്ടും. ഇന്ന് റേഷൻ കാർഡ് 3 ലക്ഷത്തിലധികം അപേക്ഷകൾ ഇന്ന് റേഷൻ കാർഡിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ ഇന്ന് വിവിധ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുകയാണ്. ഈ 100 ദിവസത്തിനുള്ളിൽ ഈ അപേക്ഷ കൊടുത്തിട്ടുള്ള മുഴുവൻ റേഷൻ കാർഡുകളും ഇഷ്യൂ ചെയ്യുന്നതാണ്. അങ്ങനെ കുടിശ്ശിക തീർത്തു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് റേഷൻ കാർഡ് അപേക്ഷിക്കുന്ന ആ വ്യക്തിക്ക് അതേ ദിവസം കൊടുക്കാനാണ് തീരുമാനം. അപ്പോൾ റേഷൻ കാർഡ് അപേക്ഷിക്കുന്ന ദിവസം ആരെക്കുറിച്ചെങ്കിലും എന്തെങ്കിലും സംശയമുണ്ട്, ഏതെങ്കിലും വിധത്തിലുള്ള അപാകതയുണ്ട് എന്ന് സംശയമുണ്ടെങ്കിൽ പോലും അവർക്ക് റേഷൻ കാർഡ് ഇഷ്യൂ ചെയ്യും. എന്നിട്ട് അന്വേഷണം നടത്തും. ഈ പറഞ്ഞിട്ടുള്ള വിവരങ്ങൾ എന്തെങ്കിലും തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അത് അപ്പം വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. പക്ഷേ 1000 പേരിൽ ഒരാൾ സംശയം കാണിക്കുവോ തെറ്റ് കാണിക്കുവോ എന്നതിന്റെ പേരിൽ 1000 പേരുടെയും അപേക്ഷകൾ മാസങ്ങളോളം കെട്ടിക്കിടത്തുന്നത് ശരിയല്ല എന്നുള്ള മനോഭാവം കൊണ്ടാണ് ചിലപ്പം തെറ്റുപറ്റുന്നെങ്കിൽ അത് മൊത്തത്തിലുള്ളവർക്ക് വേണ്ടിയാണ് എന്നറിഞ്ഞുകൊണ്ട് അപേക്ഷ കിട്ടിയാൽ ആ അപേക്ഷ മുഖവിലക്കെടുത്തുകൊണ്ട് അന്ന് തന്നെ റേഷൻ കാർഡ് ഇഷ്യൂ ചെയ്യുക. എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ പരിശോധിക്കുക. സർക്കാർ ഉദ്യോഗസ്ഥരോ 25,000 രൂപയിൽ കൂടുതൽ വരുമാനം ഉള്ളതോ ആയ ആദിവാസികൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ ആദിവാസി കുടുംബങ്ങളെയും BPL പട്ടികയിൽ ചേർക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് വില വർധനവിന്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം പച്ചക്കറിയാണ്. പച്ചക്കറിയുടെ ക്ഷാമം അതിരൂക്ഷമാണ്. ഒരു സമരം അയൽ സംസ്ഥാനങ്ങളിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ കേരളത്തിൽ വില വർധനവാണ്. ഈ സാഹചര്യത്തിൽ കേരളത്തെ പച്ചക്കറി ഉൽപാദന രംഗത്ത് സ്വയം പര്യാപ്തതയിലെത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ഇന്ന് കൃഷി വകുപ്പ് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി 100 ദിവസത്തിനുള്ളിൽ അവര് പച്ചക്കറിക്കുള്ള ഈ വിത്തുകളുടെ കിറ്റ് വിതരണം ചെയ്യുന്നതാണ്. ആരോഗ്യ രംഗത്താണ് ഇന്ന് നമ്മൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന ഒരു വരം. ചികിത്സാ ചെലവാണ് സാധാരണ കുടുംബങ്ങൾ ഇന്ന് ഭയപ്പെടുന്ന ഏറ്റവും വലിയ കാര്യം. ഈ സാഹചര്യത്തിൽ ആരോഗ്യ സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതി കൂടുതൽ പ്രയോജനകരവും വിപുലവുമായി നടപ്പിലാക്കും. കഴിഞ്ഞ UDF ഗവൺമെന്റ് സമഗ്രമായ ഒരു ആരോഗ്യ സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതിക്ക് രൂപം കൊടുത്തിരുന്നു. പക്ഷേ അത് നടപ്പിലാക്കുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് വന്നു. പിന്നീട് അത് ആ നിലയ്ക്ക് മുമ്പോട്ട് പോയില്ല. ഇന്ന് ആരോഗ്യ സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെന്റ് വളരെയധികം സഹായങ്ങൾ നൽകാൻ തയ്യാറാണ്. ആ സഹായങ്ങൾ കൂടി സ്വീകരിച്ചുകൊണ്ട് സമഗ്രമായിട്ടുള്ള ഒരു ആരോഗ്യ സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതി ഇവിടുത്തെ സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക് അവരുടെ ചികിത്സാ ചെലവ് സംബന്ധിച്ച് ഭയപ്പെടാതെ മുമ്പോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ്. പുകവലിയുടെയും പാൻ മസാല ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെയും വ്യാപകമായിട്ടുള്ള ഉപയോഗം അത് ഇന്ന് വളരെ സമൂഹത്തിൽ വളരെ ഗൗരവമായിട്ട് ഉയർന്നു വന്നിരിക്കുകയാണ്. 2 ദിവസം മുമ്പായിരുന്നു ലോക പുകയില വിരുദ്ധ ദിനം. അന്ന് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ക്യാൻസറും മറ്റുമൊക്കെ വളർന്നു വരുന്നതിന്റെ മുഖ്യ കാരണമായിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നു. അതുകൊണ്ട് ഗവൺമെന്റ് വളരെ പെട്ടെന്ന് തന്നെ അത് കർശനമായി നിയന്ത്രിക്കാൻ, അത് നിരോധിക്കാൻ ഉള്ള ആവശ്യമായിട്ടുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. റോഡ് അപകടങ്ങളിൽപ്പെട്ട് ആശുപത്രികളിൽ ആകുന്നവരുടെ ചികിത്സാ ചെലവ് വഹിക്കാൻ ഒരു ഇൻഷുറൻസ് പദ്ധതിക്ക് രൂപം കൊടുക്കാൻ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നു. വളരെ പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങൾ കുടുംബത്തെ ആകെ കൂടി തകരാറിലാക്കും. പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ആഘാതം, അതിന് അവർക്ക് ആശ്വാസം എത്തിക്കാൻ സാധിക്കത്തക്ക വിധത്തിലുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. കോളേജ് ക്യാമ്പസുകളിൽ ലഹരി വിരുദ്ധ ക്ലബ്ബുകൾ രൂപീകരിക്കുന്നതാണ്. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി സ്വതന്ത്ര ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഏറ്റവും വിപുലമായ ഒരു സാമൂഹ്യ സുരക്ഷാ പ്രവർത്തനമാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമതയോടുകൂടി നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ മസ്റ്റർ റോൾ സുതാര്യമായി നടപ്പിലാക്കുന്നതാണ്.
14 ജില്ലകളിലും മാതൃക സോഷ്യൽ ഓഡിറ്റ് നടത്തുന്നതാണ്. ഇന്ന് 30 മുതൽ 45 ദിവസം വരെ താമസം വരുന്നു ഇതിന്റെ വേതനം കിട്ടാൻ വേണ്ടി. ഇന്ന് ജോലിക്ക് പോയി ഇന്ന് കിട്ടുന്ന വേതനം കൊണ്ട് എങ്ങനെ ജീവിതം കഴിക്കാമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം 30, 45, 60 ദിവസം എന്ന് പറഞ്ഞാൽ അവർക്ക് കൈയെത്താത്ത ദൂരമാണ്. അതുകൊണ്ട് 15 ദിവസത്തിനുള്ളിൽ, 15 ദിവസം എന്ന് പറയുന്നത് 0 പോയിന്റ് ഡിലേ ആയിട്ടാണ് ഈ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി കണക്കാക്കിയിരിക്കുന്നത്. അപ്പം 0 പോയിന്റ് ഡിലേ ആയ എന്ന് കണക്കാക്കുന്ന 15 ദിവസത്തിനുള്ളിൽ ഇവിടെ ജോലിയെടുക്കുന്ന മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ പണിയെടുക്കുന്നവർക്ക് അതിന്റെ പൈസ കൊടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. കുട്ടനാട്ടിലെ നെല്ല് സംഭരിച്ചവരുടെ കുടിശ്ശിക തീർക്കും. ഏതാണ്ട് 100 കോടി രൂപയോളം ഇന്നിപ്പോൾ കുടിശ്ശിക വന്ന് കിടക്കുകയാണ്. ഇത് എത്രയും വേഗം പരിഹരിക്കുന്നതിനുള്ള നടപടിയാണ് ഈ 100 ദിവസത്തിനുള്ളിൽ നിശ്ചയമായും. അത് 100 ദിവസം ആകരുത്, അതിന് വളരെ മുമ്പ് തന്നെ അത് കൊടുത്തു തീർക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. പക്ഷേ മാസങ്ങളോളമായിട്ടുള്ള കുടിശ്ശിക കർഷകർക്ക് താങ്ങാൻ പറ്റാത്ത നിലയിലെത്തിയിരിക്കുന്നു. ഇനിയും താമസിച്ചാൽ അടുത്ത കൃഷിക്ക് ഞങ്ങൾക്ക് സാധ്യമല്ല എന്നാണ് കൃഷിക്കാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത കൃഷിക്ക് സാധ്യമാകുന്ന സമയത്ത് തന്നെ ആ കുടിശ്ശിക തീർക്കും. വേനൽ മഴയ്ക്കുണ്ടായ നാശനഷ്ടത്തിന് കർഷകർക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരുന്ന നഷ്ടപരിഹാരം നേരെ ഇരട്ടിയായിട്ടുണ്ട്. ഒരു ഹെക്ടറിന് 10,000 എന്നുള്ളത് 20,000 ആക്കി. ആ തുക ഉടനെ വിതരണം ചെയ്യും. അതുപോലെ ഇനിയുള്ള കൊയ്ത്ത് കാലത്ത് തൊഴിലാളിയെ കിട്ടുന്നില്ല, കൊയ്ത്തന്ത്രവുമില്ല എന്ന സാഹചര്യം ഒഴിവാക്കാൻ ആവശ്യമായ കൊയ്ത്തന്ത്രങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. വനഭൂമിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾ, കർഷകർ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കാട്ടുമൃഗങ്ങളുടെ ശല്യമാണ്. കാട്ടുമൃഗങ്ങളുടെ ഭീഷണിയാണ്. അത് ആളുകളെ കൊല്ലുന്നു, അതോടൊപ്പം തന്നെ വ്യാപകമായി കൃഷിനാശം വരുത്തുന്നു. കൃഷിനാശം വരുത്തുന്നതിന്റെ പല മടങ്ങ് നഷ്ടമാണ്. ആനശല്യം വരുന്നു, പന്നിശല്യം വരുന്നു എന്ന് പറഞ്ഞ ആളുകൾ കൃഷി ചെയ്യാതിരിക്കുന്നു. അപ്പൊ വനത്തോട് ചേർന്നിട്ടുള്ള ഭൂമി കർഷകര് കൃഷി ചെയ്താൽ മാത്രമേ ജീവിക്കാവൂ എന്നുണ്ടായിട്ട് പോലും കൃഷി ചെയ്യാതെ നഷ്ടം വരുത്തുക. ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കത്തക്ക വിധത്തിലുള്ള വളരെ സമഗ്രമായിട്ടുള്ളൊരു പദ്ധതിക്ക് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ഇടയിൽ കൃഷിയെക്കുറിച്ചുള്ള ആഭിമുഖ്യം വളർത്താൻ, അഭിരുചി വളർത്താൻ വേണ്ടി കേന്ദ്ര സഹായത്തോടുകൂടി അഗ്രികൾച്ചർ റിസർച്ച് ആൻഡ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുന്നതാണ്. മാലിന്യ മുക്ത കേരളം ഈ നാടിന്റെ ഇന്നത്തെ ഒരു സ്വപ്നമാണ്. വേസ്റ്റ് മാനേജ്മെന്റ് ആണ് നമ്മുടെ സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം. ആ രംഗത്ത് പലപ്പോഴും നമുക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡൽ കാണിക്കാൻ പറ്റുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണത്തിന് തുടക്കം കുറിക്കും. ജനപങ്കാളിത്തത്തോടുകൂടി ശുചിത്വ കേരളം എന്ന ഒരു വലിയ ലക്ഷ്യം, ഒരു വലിയ സ്വപ്നം നേടാനുള്ള പരിപാടിയുടെ തുടക്കം ഈ 100 ദിവസത്തിനുള്ളിൽ ആരംഭിക്കും എന്ന് പറയാൻ സന്തോഷമുണ്ട്. കഴിഞ്ഞ കുറെ വർഷങ്ങൾ, 4-5 വർഷങ്ങളായി കേരളത്തിൽ ഉയർന്നിട്ടുള്ള, സമൂഹത്തിൽ ഏറ്റവും അധികം വിമർശനം ഉയർന്നു വന്നിട്ടുള്ളത് ലോട്ടറി മാഫിയക്കെതിരെയാണ്. അനേകായിരം കോടി രൂപയാണ് കേരളത്തിലെ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്തുകൊണ്ട് പോകുന്നത്. ആരാണ് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത്? മഹാഭൂരിപക്ഷം ആളുകളും നിത്യവരുമാനം, ആ വരുമാനം കൊണ്ടാണ് അവരുടെ കുടുംബം കഴിയേണ്ടത്. അതുപോലുമില്ലാതെ ഇത് കുടുംബജീവിതം പോലും താറുമാറാകത്തക്ക വിധത്തിലുള്ള ഒരു ചൂഷണമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ആദ്യ സമ്മേളനം ലോട്ടറിക്കെതിരെയുള്ള കർശനമായിട്ടുള്ള നടപടികളുമായി ഗവൺമെന്റ് മുമ്പോട്ട് പോകും. ഈ ആദ്യ സമ്മേളനത്തിൽ തന്നെ ലോട്ടറി ഓർഡിനൻസ് നിയമമാക്കുന്നതാണ്. അന്യ സംസ്ഥാന ലോട്ടറിയുടെ ചൂഷണം പൂർണ്ണമായും അവസാനിപ്പിക്കും എന്ന് ഉറപ്പുവരുത്തും. അതേസമയം ഈ സംസ്ഥാന ലോട്ടറിയെ ഏതെല്ലാം വിധത്തിൽ പരിപോഷിപ്പിക്കാവോ അത് പരിപോഷിപ്പിക്കുന്നതിനുള്ള നടപടിയും സ്വീകരിക്കും. അതിൽ നിന്നുള്ള വരുമാനമല്ല സംസ്ഥാന ഗവൺമെന്റിന് പ്രശ്നം, മറിച്ച് മറ്റൊരു ജോലിക്കും പോകാത്ത അനേകായിരം ആളുകൾ, 10,000-കണക്കിന് ആളുകൾ
ലോട്ടറി വിറ്റ് ഉപജീവനം നടത്തുന്നുണ്ട്. അവരെ മറക്കാൻ സാധ്യമാകത്തില്ല. കേരളം വീണ്ടും നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായിട്ട് മാറിയേ മതിയാകും. ലോകബാങ്ക് നടത്തിയ 2005 റിപ്പോർട്ടിൽ, അവരുടെ പഠനത്തിൽ ഇന്ത്യയിൽ 2ാമത്തെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണ് കേരളം. 1 കർണാടകം, 2 കേരളം. 2008 അതേ ലോകബാങ്ക് നടത്തിയ പഠനത്തിൽ കേരളം 17ാമത്തെ സ്ഥാനം. 18ാമതൊരു സ്റ്റേറ്റ് കൂടെ ഉള്ളൂ. ആ സ്റ്റേറ്റ് പശ്ചിമ ബംഗാളും. നമുക്കിതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടായേ മതിയാകും. കേരളത്തെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കാൻ വ്യക്തമായ നടപടികൾ, ഇതിനാവശ്യമായ വ്യവസായ IT നയങ്ങൾ ഈ ഗവൺമെന്റ് മുമ്പോട്ട് വെക്കും. നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം നമുക്ക് ഉണ്ടാക്കിയേ മതിയാകും. നിക്ഷേപം ആകർഷിക്കാൻ മുഖ്യമന്ത്രിയുടെ കീഴിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊമോഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് ക്രിയേഷൻ ഏജൻസി രൂപീകരിക്കും. മുഖ്യമന്ത്രിയുടെ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറി കൌൺസിൽ രൂപീകരിക്കും. ഇന്ത്യക്കകത്തും പുറത്തും IT, ടൂറിസം, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ നിക്ഷേപകരുമായി മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട മന്ത്രിമാരും ആശയവിനിമയം നടത്തുകയും അവരുടെ സഹായങ്ങൾ തേടുകയും ചെയ്യും. വിദേശ മലയാളികളുടെ സഹകരണവും പങ്കാളിത്തവും ഈ രംഗത്ത് ഉറപ്പാക്കും. സംസ്ഥാനത്തെ നിക്ഷേപ സാധ്യതകളെക്കുറിച്ച് വിവിധ രാജ്യങ്ങളിലെ അംബാസഡർമാരായിട്ടും ഹൈക്കമ്മീഷണർമാരുമായിട്ട് ചർച്ച നടത്തി വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് നിക്ഷേപം കൊണ്ടുവരുന്നതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. സംസ്ഥാനത്തിന്റെ പ്രത്യേക സാമ്പത്തിക മേഖല SEZ, അത് കേന്ദ്രത്തിന്റെ നയത്തിന് അനുസരണമായിട്ടുള്ള ഒരു നയം, സംസ്ഥാന നയം ഇവിടെ രൂപീകരിക്കും. കേന്ദ്രത്തിലൊരു നയം, സംസ്ഥാനത്തിൽ മറ്റൊരു നയം. നിശ്ചയമായും ആ സംഘർഷം നമുക്ക് വളരെയധികം നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അങ്ങനെ ഒരു നഷ്ടം ഉണ്ടാകരുത് എന്നുള്ള ആഗ്രഹത്തിന്റെ പേരിലാണ് കേന്ദ്ര സംസ്ഥാന നയങ്ങൾ SEZ സംബന്ധിച്ച് ഒന്നായിരിക്കണം എന്ന് ഗവൺമെന്റ് കരുതുന്നത്. പരിസ്ഥിതി ആഘാത പഠന സമിതി രൂപീകരിക്കും. സ്മാർട്ട് സിറ്റി, വിഴിഞ്ഞം, കൊച്ചി മെട്രോ, കണ്ണൂർ വിമാനത്താവളം, തലസ്ഥാന നഗര വികസന പദ്ധതികൾ നടപ്പാക്കാൻ തീവ്ര നടപടികൾ സ്വീകരിക്കും. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികളാണ്. ഈ പദ്ധതികളിൽ എല്ലാം കൂടി വന്നാൽ ഏതാനും ലക്ഷം പേർക്ക് തൊഴിലവസരങ്ങളും ജോലി സാധ്യതകളും ഒക്കെ വർദ്ധിക്കും. അതിലുപരി ഇത് വരുന്നതോടുകൂടി നമ്മുടെ സംസ്ഥാനത്തിന്റെ ആ ഒരു ഇമേജ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുടെ മുമ്പിൽ, ലോകത്തിന് മുമ്പിൽ മാറും. അതുകൊണ്ട് നമ്മുടെ സ്വപ്ന പദ്ധതികളാണ്. ആ പദ്ധതികൾ ഏറ്റവും വേഗം ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ഇന്ന് കേരളത്തിൽ വികസനത്തിന് ഏറ്റവും വലിയ തടസ്സം ഭൂമി ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഭൂമി ഏറ്റെടുക്കുന്നത് ഇന്ത്യ ഒട്ടാകെ ഒരു വിവാദ പ്രശ്നമാണ്, തർക്ക വിഷയമാണ്. പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ അധികം ബുദ്ധിമുട്ടാണ് കേരളത്തിൽ ഉണ്ടാക്കുന്നത്. കാരണം നമ്മുടെ ജനസാന്ദ്രത, നമുക്കിവിടെ ഒരു 50 ഏക്കർ ഭൂമി എടുക്കാനുള്ള സ്ഥലം നോക്കിയാൽ ഒരുപക്ഷെ പാലക്കാട് കുറച്ച് കാണും, കാസർഗോഡ് വേണേൽ കുറെ കാണും. അതിനപ്പുറത്തേക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങൾ പോലും പല ആളുകളെ ഇറക്കിവിട്ട് മാത്രമേ ഭൂമി കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ. ആ സാഹചര്യത്തിൽ ഭൂമി ഏറ്റെടുക്കുന്നതിന് ഏറ്റവും അനുകൂലമായ ഒരു ഭൂമി ഏറ്റെടുക്കൽ നയത്തിന് രൂപം കൊടുക്കാൻ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നു. ഭൂ ഉടമകൾ കൂടി സ്വീകാര്യമായി ഏറ്റെടുക്കൽ നയത്തിന് അങ്ങനെ രൂപം നൽകുന്നതാണ്. ഭൂ ഉടമകൾക്ക് കമ്പോള വില നൽകും. സ്ഥലം ഏറ്റെടുക്കുന്നവർക്ക് നഷ്ടപരിഹാരമായി പണം വേണ്ടെങ്കിൽ ട്രാൻസ്ഫറബിൾ ഡെവലപ്മെന്റ് റൈറ്റിനുള്ള അവകാശം കൊടുക്കും. ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകിയ ശേഷം മാത്രമേ അവരെ അവിടെ നിന്ന് ഇറക്കി വിടുകയുള്ളൂ. വീട് നഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പ്രത്യേക ഒരു പാക്കേജ്, ഭൂമിയുടെ നഷ്ടപരിഹാരം, അവരുടെ വീടിന്റെ നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് പുറമെ ഒരു പ്രത്യേക പുനരധിവാസ പാക്കേജ് കൂടി ഗവൺമെന്റ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു. ഇതിനൊക്കെ പുറമെ ഒരു നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, നാടിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്നു എന്നതിന്റെ പേരിൽ
ഇവിടെ വരുന്ന ഓരോ പദ്ധതിയുടെയും ആദ്യത്തെ ഗുണഭോക്താവ് ഈ ഭൂമി കൊടുക്കുന്നവരായിരിക്കണം എന്നാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. ഒരു ഫാക്ടറി ആണെങ്കിൽ ആ ഇറങ്ങിപ്പോകുന്ന കുടുംബത്തിൽ നിന്ന് ഒരാൾക്കെങ്കിലും ജോലി കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കും. BOT പദ്ധതിയാണെങ്കിൽ ആ BOT പദ്ധതിയിൽ അവർ കൂടി ഷെയർ കൊടുക്കുന്നതിന്റെ സാധ്യതകളെ കുറിച്ച് പരിശോധിക്കും. ഈ റോഡും മറ്റും സ്ഥലമെടുത്തതിന് ശേഷം അതിന്റെ സൈഡിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ ഗവൺമെന്റോ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുകയാണെങ്കിൽ അവിടെ കച്ചവട സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടവർക്ക് ഒരു മുറി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാക്കും. അതിനൊക്കെ പുറമെ ഭൂമി വിട്ടുകൊടുത്തതിന് ശേഷമുള്ള ഭൂമിയിൽ ഗവൺമെന്റ് അവർക്ക് ഏതെല്ലാം വിധത്തിലുള്ള സൗജന്യങ്ങൾ കൊടുക്കണോ, അവിടെ കെട്ടിട നിർമ്മാണത്തിന് ഇളവുകൾ കൊടുക്കണമെങ്കിൽ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പൊ ഇന്ന് നമ്മുടെ കേരളത്തിൽ ഒരു വികസന പ്രവർത്തനത്തിന് വേണ്ടി വിലയ്ക്ക് ഭൂമി വിട്ടുതരുന്നവരാണ് ഇന്ന് നമ്മുടെ വികസനത്തിന് ഏറ്റവും അധികം പങ്കാളികളാകുന്നത്. അവർ ചെയ്യുന്നത് ഒരു ത്യാഗമാണ് എന്ന് കണ്ടുകൊണ്ട് അവർക്ക് വേണ്ട പരമാവധി നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി സഹായങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കും. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്തുണ്ടായിരുന്നു, പക്ഷെ പിന്നീട് ഉണ്ടായില്ല. മലയോര വികസന അതോറിറ്റി, തീരദേശ വികസന അതോറിറ്റി, കൊച്ചി മെട്രോപൊളിറ്റൻ റീജിയണൽ ഡെവലപ്മെന്റ് അതോറിറ്റി, സംസ്ഥാന മാരിടൈം ബോർഡ്, കൊല്ലം തൃശൂർ നഗരസഭകളിൽ വികസന അതോറിറ്റി, സംസ്ഥാന വികസന അതോറിറ്റി, ഈ തീരപ്രദേശത്തിന്റെയും വികസനങ്ങൾ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതോറിറ്റികളും അതിനുള്ള സംവിധാനങ്ങളും ഉണ്ടാക്കുന്നതാണ്. അതോടൊപ്പം നമുക്ക് പണം തരുന്നു, പക്ഷെ ആ പണം മുഴുവനായിട്ട് പോലും നമുക്ക് ചെലവഴിക്കാൻ സാധിക്കുന്നില്ല. ആ സാഹചര്യത്തിൽ ദേശീയ ജലപാതയും സംസ്ഥാന ജലപാതയും പരമാവധി വേഗത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. 3 തരത്തിലുള്ള UPA ഗവൺമെന്റ് നമ്മുടെ MP-മാര് ഇവിടെ വന്നിട്ടുണ്ട്. വൻകിട പ്രോജക്റ്റുകളാണ് ഇവിടെ നമുക്കായിട്ട് തന്നിട്ടുള്ളത്. ചോദിച്ചതെല്ലാം തന്നിട്ടുണ്ട്. കേന്ദ്രവുമായി സഹകരിച്ച് കൈകോർത്ത് പിടിച്ച് നമുക്ക് പരമാവധി അവസരങ്ങൾ ഉണ്ടാക്കാൻ, പരമാവധി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഈ ഗവൺമെന്റ് പ്രവർത്തിക്കും. അതിനുവേണ്ടി പ്രത്യേക സംവിധാനം ഒരുക്കും. അതിനെ പൂർണ്ണമായും സഹകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനമായിരിക്കും ഉണ്ടാകുന്നത്. സർക്കാരിന്റെ കീഴിലുള്ള റോഡുകളുടെ പരിപാലനത്തിന് ആ റോഡുകളെ കുറിച്ചുള്ള പരാതികൾ ഇന്ന് പലപ്പോഴും ഉയർന്നു വരും. ഇപ്പൊ മഴക്കാലം തുടങ്ങി, ഇപ്പോൾ തന്നെ റോഡുകളെ കുറിച്ചുള്ള പരാതി തുടങ്ങി. സ്വാഭാവികമാണ്. അപ്പം റോഡുകളെ കുറിച്ചുള്ള നേട്ടങ്ങൾ നേടിയാലും നിയമവാഴ്ചയില്ലെങ്കിൽ ആർക്കെങ്കിലും ആ നേട്ടങ്ങൾ അനുഭവിക്കാൻ സാധിക്കുമോ, അത് ആസ്വദിക്കാൻ സാധിക്കും? ഒരിക്കലുമില്ല. അപ്പോൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും പ്രധാനം നിയമവാഴ്ചയാണ്. ജനങ്ങളുടെ ആ സുരക്ഷിതത്വ ബോധമാണ്. അത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അതിന് ഇന്ന് വേലി തന്നെ വിളവ് തിന്നുന്ന രീതിയിലുള്ള ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നിർഭാഗ്യകരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പോലീസിലെ തന്നെ കുറ്റവാളികൾ, അത് നമ്പർ കുറവായിരിക്കാം, പക്ഷേ അതിന് ലഭിക്കുന്ന പ്രചരണവും അതിന് കിട്ടുന്ന അതിനെതിരെ ഉയരുന്ന രോക്ഷവും നമ്മുടെ ആർക്കും തന്നെ താങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ളതാണ്. അതുകൊണ്ട് പോലീസിലെ കുറ്റവാളികൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. നമ്മുടെ നാട്ടിൽ മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള ഗുണ്ടാ വിളയാട്ടം, കൊട്ടേഷൻ സംഘങ്ങളുടെ അവരുടെ സാന്നിധ്യം, ഇത് കുറെ നാളുകൾക്ക് മുമ്പ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. പക്ഷെ കേരളത്തിലും വന്നിരിക്കുന്നു, വടക്കേന്ത്യ സംസ്ഥാനങ്ങൾ അല്ല, നമ്മുടെ നാട്ടിലും വന്നിരിക്കുന്നു. അവരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ശക്തമായ നിയമമുണ്ട്. പക്ഷെ ആ നിയമം ഫലപ്രദമായി വിനിയോഗിച്ചേ മതിയാക്കും. ഇന്ന് ഓരോ പോലീസ് സ്റ്റേഷന്റെ കീഴിലും അവിടെ ഇതുപോലുള്ള ഗുണ്ടാ കൊട്ടേഷൻ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നവരുടെ ലിസ്റ്റുണ്ടാക്കി അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും ഏതെങ്കിലും വിധത്തിലുള്ള നടപടികൾ ഉണ്ടായാൽ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും ഉള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് സമരം ചെയ്യാനും എതിർക്കാനും പ്രതിഷേധിക്കാനും എല്ലാമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനെ നമുക്കാർക്കും ചോദ്യം ചെയ്യാൻ ഒക്കില്ല, അത് ഓരോരുത്തരുടെയും അവകാശമാണ്. പക്ഷേ അതേ അവസരത്തിൽ മറ്റുള്ളവരുടെ അവകാശം ചോദ്യം ചെയ്യാൻ പാടില്ല. ഗവൺമെന്റിന്
പ്രതിഷേധിക്കാൻ അവസരം ഉള്ളതുപോലെ തന്നെ ആ പ്രതിഷേധിക്കാതിരിക്കുന്നവരുടെ സ്വാതന്ത്ര്യം, അവകാശം അതും സംരക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട്. അത് സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നിയമ നടപടികളിൽ നിന്ന് ഗവൺമെന്റ് ഒരിഞ്ച് പോലും പുറകോട്ട് പോകത്തില്ല. ഞാൻ ഇവിടെ വരാൻ 5 മിനിറ്റ് വൈകിയെങ്കിൽ അത് ഇന്ന് നടന്നൊരു കോൺഫറൻസിൽ പങ്കെടുത്തതിന് ശേഷം എത്താൻ വേണ്ടിയാണ്. ശബരിമലയെ കുറിച്ച് ചർച്ച ചെയ്യാൻ കേരളത്തിലെ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും സംയുക്തമായിട്ടുള്ള മന്ത്രിമാരുടെയും ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ ഒരു സമ്മേളനമായിരുന്നു. 5.5 മാസം കഴിഞ്ഞാണ് സീസൺ വരുന്നത് എങ്കിലും, അതിന്റെ അവസരം വരുന്നെങ്കിലും ഗവൺമെന്റ് ഇപ്പോൾ മുതൽ തന്നെ അതിന്റെ തുടക്കം കുറിച്ചു. കാരണം ശബരിമലയ്ക്കുള്ള പ്രാധാന്യം, കാരണം കേരളത്തിലെ ജനസംഖ്യയേക്കാൾ കൂടുതൽ ജനങ്ങൾ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ശബരിമലയിൽ വരിക, അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ കാര്യമായിട്ട് ഒരുക്കുന്നതിൽ നമ്മൾ വളരെയധികം പിന്നോക്കം പോയി. ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാൻ ദേവസ്വം മന്ത്രി അധ്യക്ഷനായി ഒരു പ്രത്യേക സമിതി രൂപീകരിക്കും. അതിന്റെ നേതൃത്വത്തിൽ ഫലപ്രദമായിട്ടുള്ള നടപടി ഈ പ്രാവശ്യത്തെ സീസണ് മുമ്പ് ചെയ്യാവുന്നത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള തീരുമാനങ്ങളാണ് എടുത്തിട്ടുള്ളത്. ആ തീരുമാനങ്ങളുമായി മുമ്പോട്ട് പോകാൻ പൂർണ്ണമായ പിന്തുണ ദേവസ്വം ബോർഡിനും ദേവസ്വം മന്ത്രിക്കും ഗവൺമെന്റ് നൽകുന്നതാണ്. നമ്മുടെ സിനിമാ വ്യവസായം ഒരു പ്രതിസന്ധിയെ നേരിടുകയാണ്. ഇന്റർനെറ്റ് വഴിയും വ്യാജ CD വഴിയും സിനിമാ വ്യവസായത്തെ തകർക്കുന്ന റാക്കറ്റുകൾക്കെതിരെ നടപടിയെടുക്കാൻ DIGയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സെല്ല് രൂപീകരിച്ചിട്ടുണ്ട്. ഇന്ന് സിനിമാ വ്യവസായികളൊക്കെ അവരേറ്റവും അധികം ഭയപ്പെടുന്നതാണ്. കാരണം ഈ വ്യാജ നടപടികളിലൂടെ സിനിമാ വ്യവസായം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത സ്ഥിതിയാണ് ഉള്ളത്. ഞാൻ ഞങ്ങളുടെ പരിപാടികളുടെ അവസാനത്തിലേക്ക് വരികയാണ്. ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ പലരും ഭയപ്പെടുന്നു. കാരണം അതിന്റെ കാലതാമസം, ചുമപ്പ് നാടാണ്. അത് തെറ്റാണ് എന്ന് നമുക്ക് ആർക്കും പറയാൻ ഒക്കത്തില്ല. ധാരാളം അനുഭവങ്ങളാണ് ജനങ്ങളുടെ മുമ്പിലുള്ളത്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഈ 100 ദിവസം ഈ ഗവൺമെന്റ് ചെയ്യാവുന്നതെല്ലാം ചെയ്യും എന്ന് ഉറപ്പു പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. സെക്രട്ടേറിയറ്റിൽ ഇപ്പോൾ 1,40,000 ഫയലുകളാണ് കെട്ടിക്കിടക്കുന്നത്. അത് കറന്റ് ഫയലുണ്ട്, 1 കൊല്ലം കഴിഞ്ഞ ഫയലുകളുണ്ട്, 2 കൊല്ലത്തിനപ്പുറം പഴക്കമുള്ള ഫയലുകളുണ്ട്. അതിൽ നിയമപരമായി തടസ്സങ്ങളില്ലാത്ത ഫയലുകളെല്ലാം ഈ 100 ദിവസത്തെ പരിപാടിയിൽ തീർത്തിരിക്കും, യാതൊരു സംശയവുമില്ല. അതുപോലെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകൾ, വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ ഇന്ന് കെട്ടിക്കിടക്കുന്ന ഫയലുകളുടെ കണക്കെടുക്കുമ്പോൾ 3 ലക്ഷം ഫയലുകളാണ് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ കിടക്കുന്നത്. അവിടെയും നിയമപരമായി തടസ്സമില്ലാത്ത എല്ലാ ഫയലുകളും ഈ 100 ദിവസത്തിനുള്ളിൽ തീർപ്പാക്കുന്നതിന് പ്രത്യേകമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അതോടൊപ്പം ജില്ലാ ഓഫീസുകളിലേക്കും ഈ സന്ദേശം കൊടുക്കും. അവിടെ എല്ലാ ഓഫീസുകളിലുമായിട്ട് എത്ര FSCക്ക് റിപ്പോർട്ട് ചെയ്യാൻ എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും വ്യക്തമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ കാലതാമസം വരുത്തിയാൽ ആ ഉദ്യോഗസ്ഥൻ സമാധാനം പറയേണ്ടി വരും എന്നത് യാതൊരു സംശയവുമില്ല. അപ്പോൾ അത് വ്യക്തമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കും. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും അധികം നിവേദനം ഈ പെൻഷൻ ഏകീകരണം, പെൻഷൻ പ്രായത്തിന്റെ ഏകീകരണം മാർച്ച് 31-ാം തീയതി റിട്ടയർ ചെയ്യുന്നുവെന്ന് വന്നതോടുകൂടി 1 വർഷം മുഴുവൻ ഒരു വേക്കൻസി ഉണ്ടാകുന്നില്ല, ഒരാൾക്കും ജോലി അവസരം കിട്ടുന്നില്ല. അത് ഈ ഇടയ്ക്ക് വെച്ച് ക്യാൻസലായി പോകുന്ന ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക, വലിയ ഉത്കണ്ഠയാണ്. എത്ര നാൾ കാത്തിരുന്ന് അപേക്ഷ കൊടുത്ത് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ പേര് വന്ന് കാത്തിരിക്കുമ്പോഴാണ് ഇത് വരാൻ പോകുന്നത്. മെയ് 31-ന് തീരുന്ന ലിസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു, എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. ജൂൺ 30 വരെ നീട്ടണമെന്ന് പറഞ്ഞു, അത് നീട്ടിക്കൊടുത്തു. പിന്നെയും ആളുകൾ വരിക ജൂലൈ. ഇങ്ങനെ എത്ര നാൾ പോകാൻ പറ്റും? അതുകൊണ്ട് ഒരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, എന്നാണോ
PSC റാങ്ക് ലിസ്റ്റ് തീരുന്നത്. അതുവരെ ഈ പെൻഷൻ തീയതി ഏകീകരിച്ചില്ലായിരുന്നുവെങ്കിൽ ഉണ്ടാകുമായിരുന്ന ഒഴിവുകൾ കൂടി PSCക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള നിർദ്ദേശം കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇന്ന് PSC ലിസ്റ്റ് നീട്ടണം എന്ന് പറഞ്ഞ് നിവേദനമായിട്ട് ഇനി വരേണ്ട കാര്യമില്ല. തങ്ങൾക്ക് അവസരം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് ആരും ഭയപ്പെടേണ്ടത് ആവശ്യമില്ല. നമ്മുടെ കേരളം ദേശീയ ഗെയിംസ് വരവേൽക്കാൻ കാത്തിരിക്കുകയാണ്. വലിയ ഒരുക്കങ്ങളാണ് അതിനുവേണ്ടി നമുക്ക് ചെയ്യേണ്ടത്. കായിക കേരളം കാത്തിരിക്കുന്ന ആ കാര്യത്തിന് ഗവൺമെന്റ് എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും കൊടുക്കും. ഏതാണ്ട് 560 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് 7 ജില്ലകളിലായി ചെയ്യാൻ ഇപ്പം ലക്ഷ്യമാക്കിയിട്ടുള്ളത്. ദേശീയ ഗെയിംസുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും, എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും രേഖകൾ, ആ നിർമ്മാണത്തിന്റെ പുരോഗതി എല്ലാം വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കും. ആർക്കും ഒരു സംശയത്തിന് പോലും അവസരം കൊടുക്കാത്ത വിധത്തിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ടാകും. പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ഗുണനിലവാരം ഉയർത്താൻ സമഗ്ര പരിപാടി ഒക്കെ ഈ ദിവസങ്ങളിൽ രൂപം കൊടുക്കും. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട വളരെ ഗൗരവമായ പ്രശ്നങ്ങളുണ്ട്. അത് ഞങ്ങൾ 100 ദിന പരിപാടിയുടെ ഭാഗമായി പെടുത്തിയിട്ടില്ല. റൈറ്റ് ടു എഡ്യൂക്കേഷൻ കഴിഞ്ഞ ഗവൺമെന്റ് പല കമ്മീഷനുകളെ വെച്ചു. കമ്മീഷനുകളുടെ റിപ്പോർട്ട് വാങ്ങിയെങ്കിലും അത് സംബന്ധിച്ചൊരു തീരുമാനം എടുത്തില്ല. 1 വർഷത്തേക്കൂടെ നീട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ അതിന്റെ ഒരു നടപടിയുമായിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ക്യാബിനറ്റ് ഒരു സബ് കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട്. സബ് കമ്മിറ്റി വളരെ വേഗത്തിൽ ആ കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ആ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലായിരിക്കും റൈറ്റ് ടു എഡ്യൂക്കേഷൻ സംബന്ധിച്ച് ഗവൺമെന്റ് തീരുമാനമെടുക്കുന്നത്. ആ റൈറ്റ് ടു എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രശ്നങ്ങൾ പലതുള്ളത് കൊണ്ട് ഞങ്ങൾ പൊതുവിദ്യാഭ്യാസ മേഖലയെ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി സമഗ്രമായ ഒരു പരിപാടിക്ക് ഈ 100 ദിവസത്തിനുള്ളിൽ അതിന് രൂപം കൊടുക്കും. അതോടൊപ്പം ക്യാബിനറ്റ് സബ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം മറ്റ് തീരുമാനങ്ങളിലേക്ക് കടക്കും. അതുപോലെ ഉന്നത പ്രൊഫഷണൽ ശാസ്ത്രീയ കോളേജുകൾക്ക് NOC കൊടുക്കും. കാരണം ഇന്നും വിദ്യാഭ്യാസ രംഗത്തൊന്നും മുന്നിലാണെങ്കിലും പല പ്രദേശങ്ങളും ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് പിന്നോക്കം നിൽക്കുന്നു എന്നുള്ളതാണ് ശരി. നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഒരു ധവളപത്രം ഇറക്കുമെന്ന് ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ധവളപത്രം ഏറ്റവും വേഗം ഇറക്കുന്നതാണ്. സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ജനങ്ങൾ അറിയണം. എന്താണ് സത്യം, എന്താണ് ഇന്നത്തെ നമ്മുടെ സ്ഥിതി എന്ന് അറിഞ്ഞിരിക്കണം. അറിയുന്നതിനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. അതറിയുന്നതിന് ഒരു അവസരം ഉണ്ടാക്കുന്നതിന് ധനകാര്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വ്യക്തമായിട്ടുള്ള ഒരു വൈറ്റ് പേപ്പർ ഇറക്കുന്നതാണ്. സർവകലാശാല നിയമനങ്ങൾ PSCക്ക് വിടുന്നതാണ്. വികലാംഗർക്കും അന്ധബധിര മൂകർക്കും സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള 3% ജോലി സംവരണം അവർക്ക് ഇന്നും വർഷങ്ങളായിട്ട് കിട്ടുന്നില്ല. അവരുടെ കുടിശ്ശിക സഹിതം ഈ 3% ഈ 100 ദിവസത്തിനകം കൊടുത്തിരിക്കും എന്നുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. കാരണം അവർ സമൂഹത്തിലെ ഏറ്റവും പരിഗണന വേണ്ട ആകാരം. അവർക്ക് കൊടുക്കുന്നത് തന്നെ വളരെ ചെറിയ കാര്യം. പക്ഷേ കൊടുക്കുന്നത് പോലും അവർ അതിനുവേണ്ടി പോലും വർഷങ്ങൾ കാത്തിരിക്കണം എന്ന് പറയുന്നതിന് യാതൊരു ന്യായീകരണവുമില്ല. മുഴുവൻ രജിസ്ട്രേഷൻ ഓഫീസുകളെയും ഓൺലൈനാക്കി മാറ്റുന്നതിന് തുടക്കം കുറിക്കും. അതുപോലെ തന്നെ ആധാരത്തിന്റെ പകർപ്പ് അതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ ഓൺലൈനായിട്ട് സ്വീകരിക്കുന്നതിനും സംവിധാനം ഉണ്ടാകും. പാർട്ട്ണർഷിപ്പ് സ്വയം രജിസ്ട്രേഷൻ ഓൺലൈനിലാക്കും. ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്ട്രേഷൻ ഓൺലൈനിലാക്കും. നമ്മുടെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് പരമാവധി കമ്പ്യൂട്ടറൈസ് ചെയ്ത് അതിന്റെ സേവനം കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി നടപടി സ്വീകരിക്കുന്നതാണ്. IT നയത്തിന് രൂപം കൊടുക്കും. പാർപ്പിട നയം, എക്സൈസ് നയം, ടൂറിസം നയം, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് നയം, സംസ്ഥാന ന്യൂട്രീഷൻ നയം, യുവജന നയം, യൂണിഫൈഡ് ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് ബിൽ അവതരിപ്പിക്കും. ഈ ഗവൺമെന്റിന്റെ വിവിധ മേഖലകളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഈ നയങ്ങളിലൂടെ വ്യക്തമാക്കും. അതുപോലെ തന്നെ നമ്മുടെ നഗര മേഖലകളിൽ വളരെ അധികം പ്രയോജനകരമായിട്ടുള്ള നിയമനിർമ്മാണവും കൊണ്ടുവരും. ഇതാണ് ഇന്ന് 100 ദിവസത്തേക്കുള്ള പരിപാടികൾ.
ഇതിനു പുറമെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അവരുടെ നിരവധി പരിപാടികൾക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. അത് അതാത് മന്ത്രിമാർ അവര് ഒരാഴ്ചക്കുള്ളിൽ അത് പ്രഖ്യാപിക്കുന്നതാണ്. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ ഏറ്റെടുത്ത് നടത്താൻ സാധിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ട്, പുതിയ ഓഫീസുകളുണ്ട്, പുതിയ പരിപാടികളുണ്ട്, പുതിയ ക്ഷേമ പ്രവർത്തനങ്ങളുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ഞങ്ങൾ പൊതുവായി അത് ചർച്ച ചെയ്തിട്ടുണ്ട്. പൊതുവായി ചർച്ച ചെയ്ത് എല്ലാവരുടെയും നിർദ്ദേശങ്ങൾ പരസ്പരം കൈമാറി മന്ത്രിമാരെ അറിയിച്ചിട്ടുണ്ട്. ഇനി അതാത് മന്ത്രിമാർ അവരുടെ വകുപ്പിലുള്ള ഈ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് അവസാന രൂപം കൊടുത്ത് ഓരോ മന്ത്രിമാരും അവരുടെ വകുപ്പിലുള്ള 100 ദിവസം അവർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പരിപാടികൾ പ്രഖ്യാപിക്കുന്നതാണ്. ഈ 100 ദിവസത്തെ പരിപാടി ഞങ്ങൾ പറയുക മാത്രമല്ല, പ്രവർത്തിക്കുമെന്ന് കേരളത്തിലെ ജനങ്ങളെ കാണിച്ചു കൊടുക്കും. യാതൊരു സംശയവുമില്ല. കാരണം എല്ലാ മന്ത്രിമാരും ആഴ്ചതോറും ഈ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തും. മാസം തോറും ഞങ്ങൾ ഒന്നായിട്ട് ഇതിന്റെ പുരോഗതി വിലയിരുത്തും. അങ്ങനെ പ്രവർത്തനങ്ങൾ വിജയകരമായി മുമ്പോട്ട് കൊണ്ടുപോകും. ഈ പ്രഖ്യാപിച്ച പരിപാടികളിൽ ഏതെങ്കിലും ഒരെണ്ണം നടപ്പിലാക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്ന് വന്നാൽ ഇതുപോലെ തന്നെ നിങ്ങളെ വിളിച്ചുകൂട്ടി ആ കാര്യങ്ങൾ പറയാനും ഞങ്ങൾ മടിക്കത്തില്ല. പക്ഷേ പ്രായോഗികത നോക്കി നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് പൂർണ്ണമായും ഉറപ്പുള്ളതാണ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എല്ലാം സുതാര്യമായിട്ട് നടക്കണം. എല്ലാവരുടെയും സഹായം തേടിക്കൊണ്ട് എല്ലാവരുടെയും ഒരു കൂട്ടായ്മയോടുകൂടി ഇത് വിജയകരമായി മുമ്പോട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി, ഈ ഗവൺമെന്റിന് വേണ്ടി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. Smoothly. So you should have the full cooperation of the opposition. I don't see anybody from the opposition here. So don't you think in Tamil Nadu, for example, there is a common statement which is normally said when any development activity takes place, both the government as well as the opposition move together. So what steps will you take along the opposition in this program? We want the cooperation of the opposition parties, and we will try our best to get that cooperation. We are taking such a stand. We want a cooperation from all sides. Then only we can produce better result. We want result. So we want the help of all sections. വെബ്സൈറ്റിൽ 100 ദിവസത്തിനുള്ളിലാണോ? അത് പിന്നെ ഇപ്പൊ നമ്മളിപ്പം 100 ദിവസത്തിനുള്ളിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ സ്വത്ത് വിവരങ്ങൾ ഏറ്റവും വേഗത്തിൽ വെബ്സൈറ്റിലേക്ക് കൊടുക്കുന്നതാണ്. അഴിമതിക്കെതിരായിട്ടുള്ള പ്രഖ്യാപനമാണല്ലോ പറഞ്ഞത്. അത് കേരളത്തിലെ ഒരു ചെറിയ ന്യൂനപക്ഷ വിളികളിൽ എല്ലാവരും വളരെ ആവേശത്തോടെ സ്വാഗതം ചെയ്യുന്ന ഉറപ്പാണ്. അതേസമയം ഇത്തരം കേസുകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന മന്ത്രിമാരെ അടങ്ങുന്ന മന്ത്രിസഭ ഇത്തരത്തിൽ അഴിമതിക്കെതിരെ പ്രതിഷേധം നടത്തുന്നത് എത്രമാത്രം ജനങ്ങളുടെ വിശ്വാസ്യത ആരെങ്കിലും ആക്ഷേപം പറഞ്ഞതുകൊണ്ട് ഒരാൾ കുറ്റവാളിയാകത്തില്ല, ഒരാൾ പ്രതിയാകത്തില്ല. അഴിമതിക്കെതിരെയുള്ള ഞങ്ങളുടെ പരിശ്രമങ്ങൾ, ഞങ്ങളുടെ ആത്മാർത്ഥത, ഞങ്ങളുടെ പ്രവൃത്തി നോക്കി നിങ്ങൾ വിലയിരുത്തുക. I understand the IT industry, the tourism industry, especially both these industries have very specifically asked that strikes, bunds and hartals disrupt a lot and cause a lot of damage to these two industries. Now, does this UDF government have any particular plan to assist or to keep these two industries? I'm talking about the IT industry and the tourism industry, which brings a lot of revenue to the state. Now, can these two industries be kept apart from the very frequent and very regular bunds or hartals that takes place in Kerala? This is a very important thing, but we cannot take a decision with our own. So this is a good thing, but we have to get the cooperation from all sections, including opposition. So, for the development of the state, we want a peace atmosphere.
But we are trying our best to get the cooperation and to keep a better atmosphere in Kerala. അധ്യയന വർഷവും അഡ്മിഷനും ഫീസും സംബന്ധിച്ച് തർക്കം നിലനിൽക്കുന്നു. ഇതെന്തെങ്കിലും നടപടിയുണ്ടോ? ശാസ്ത്രീയ കോളേജുകളിലെ ഈ കാര്യത്തെക്കുറിച്ചുള്ള ഈ ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണ്. കഴിഞ്ഞ ഗവൺമെൻറ് 5 വർഷവും ചർച്ച നടത്തിയെങ്കിലും ഒരു അവസാന രൂപം അത് സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടായില്ല. ഞങ്ങളിപ്പം അധികാരത്തിൽ വന്ന് ഏതാനും ദിവസങ്ങളെ ആയുള്ളൂ. ഈ ഗവൺമെൻറ് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ പ്രവേശന പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രീയ മേഖലയിലെ പ്രവേശന പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ക്യാബിനറ്റ് സബ് കമ്മിറ്റിക്ക് രൂപം കൊടുത്തു. ക്യാബിനറ്റ് സബ് കമ്മിറ്റി എല്ലാവരുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും രമ്യമായ ഒരു തീരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ആ ശ്രമത്തിൽ വിജയിക്കണമെങ്കിൽ എല്ലാവരും അതിനോട് ഒരു ക്രിയാത്മകമായി പ്രതികരിച്ചാലേ മതിയാകത്തുള്ളൂ. അത് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അതുപോലെ മറ്റ് ഭാഗങ്ങളിൽ നിന്നാണെങ്കിലും അതുപോലൊരു സഹകരണം ഉണ്ടാകണം എന്നാണ് പറയാനുള്ളത്. 31-ാം തീയതി 65 മെഡിക്കൽ PG സീറ്റുകളിൽ മാനേജ്മെന്റിൽ അഡ്മിഷൻ നടത്തി. ഇത് ശ്രദ്ധയപ്പെട്ടിട്ട് ഇതിനെതിരായിട്ട് എന്തെങ്കിലും നടപടി ഉദ്ദേശിക്കുന്നത്? അതെ, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് വളരെ പെട്ടെന്നാണ് ഈ കാര്യങ്ങളെ സംബന്ധിച്ച്. ഇതിനു മുമ്പ് ഗവൺമെന്റ് കുറെ കൂടി ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കേണ്ടതായിരുന്നു. പക്ഷെ അവരെടുത്തില്ല. തെരഞ്ഞെടുപ്പ് കൊണ്ടായിരിക്കാം, ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ഗവൺമെന്റിന് കിട്ടിയ അവസരം വെച്ചിട്ട് ഈ പ്രശ്നത്തിൽ ഗൗരവമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പരിഹാരമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഈ PG അഡ്മിഷന്റെ കാര്യവും ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. ആ അഡ്മിഷൻ റദ്ദ് ചെയ്യുന്നതാണോ, എങ്ങനെയാണ് പരിഹരിക്കുന്നത്? അതിന്റെ നിയമവശങ്ങളും അതിന്റെ പ്രായോഗിക വശങ്ങളും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഈ ക്യാബിനറ്റ് സബ് കമ്മിറ്റി ഈ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ചയാണോ, ഗവൺമെന്റ് അറിവിൽ വരാതെ പോയത്? എങ്ങനെയാണ് ഈ അലോട്ട്മെന്റ് ലിസ്റ്റ് വരാതിരുന്നത്? ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ചയാണോ, ഗവൺമെന്റ് അറിയാതെ പോയത്? അതല്ല, ഇപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കിട്ടിയത് ഏതാനും ദിവസങ്ങൾ മാത്രമാണ്. ഈ ദിവസങ്ങൾക്കുള്ളിൽ ചർച്ച ചെയ്ത് ഒരു നല്ല തീരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കുകയാണ്. ഇപ്പോഴത്തെ വിദ്യാർത്ഥികളുടെ എന്തായിരിക്കും, അവർക്ക് അഡ്മിഷൻ തുടരുമോ അതല്ല അവരെ മാറ്റുമോ, എങ്ങനെയാണ്? അതിന്റെ നിയമവശം പരിശോധിക്കണ്ടേ? ഈ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിന് ഇടനിലക്കാർ ഇടപെട്ടു എന്നുള്ളതിനെ സംബന്ധിച്ച് ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. അതിന്മേൽ എന്തെങ്കിലും നടപടി സ്വീകരിക്കുമോ? പിന്നെ പല കോൺഗ്രസ് മന്ത്രിമാർക്ക് ഇനിയും പ്രൈവറ്റ് സെക്രട്ടറി തന്നെ ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ അവരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനം എത്ര ദിവസത്തിനുള്ളിൽ പൂർത്തിയാകും? ആക്ഷേപങ്ങൾ ഏതെങ്കിലും വിധത്തിലും അന്തരീക്ഷത്തിൽ വന്നാൽ പോരല്ലോ. ഏതെങ്കിലും വിധത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചാൽ നിശ്ചയമായിട്ടും അതിനെ സംബന്ധിച്ചിടത്തോളം അത് പരിശോധിക്കും, അന്വേഷിക്കും. അത് ഗൗരവമായിട്ട് തന്നെ കാണുകയും ചെയ്യും. അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ ഈ അരൂര് മുതൽക്ക് തിരുവനന്തപുരം വരെയുള്ള ഭാഗത്ത് ദേശീയപാത വികസനം ഒരു നിശ്ചലാവസ്ഥയിലാണ്. അതിന്റെ കാര്യം ഈ പ്രയോറിറ്റിയിൽ വന്നിട്ടുള്ള ഒരു കാര്യം കൂടെ, ഈ സ്വാശ്രയ പ്രൊഫഷണൽ കോളേജുകൾക്ക് NOC അനുവദിക്കും, NOC കൊടുക്കുന്നുണ്ട് കൂടുതൽ കോളേജുകൾക്ക്. ഇത് 50% സീറ്റുകൾ ഫ്രീ ആയിട്ട് ഗവൺമെന്റ് സീറ്റ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വ്യവസ്ഥ വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ, ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് NOC കൊടുക്കുക, അതോ ആന്റണി ഗവൺമെന്റ് ചെയ്ത പോലെ തന്നെ ബ്ലാങ്കറ്റ് ആയിട്ടുള്ള NOC ആയിരിക്കും? ഈ നാഷണൽ ഹൈവേയുടെ കാര്യം ഗവൺമെന്റിന്റെ പ്രയോറിറ്റി മുൻഗണനാ ലിസ്റ്റിലുള്ള കാര്യം തന്നെയാണ്. ഭൂമി ഏറ്റെടുക്കൽ ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാത്രമേ അതിന് തടസ്സമുള്ളൂ. കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ആവശ്യത്തിനുള്ള ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. നമുക്ക് വേറെ ഒരു തടസ്സവുമില്ല. ഭൂമി ഏറ്റെടുക്കുന്നതിന് പ്രായോഗികമായൊരു സമീപനം നമ്മൾ എടുത്തേ മതിയാകൂ. ആ സമീപനമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ഗവൺമെന്റിന് എത്രമാത്രം ഉദാരമാകാമോ അത്രയും ഉദാരമായിക്കൊണ്ടുള്ള സമീപനമാണ് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ. അപ്പം അത് ഒരു നല്ല പ്രതികരണം ജനങ്ങളിൽ നിന്നുണ്ടാകും. അത് നമ്മുടെ വികസനത്തിന് കൂടുതൽ വേഗത നൽകും എന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. രണ്ടാമത്തത് ശാസ്ത്രീയ കോളേജുകളെ സംബന്ധിച്ചിടത്തോളമാണ്. ഞങ്ങളത് കഴിഞ്ഞ ഗവൺമെന്റ് സ്വീകരിച്ച നടപടി, അന്ന് എടുത്തിട്ടുള്ള കാര്യങ്ങളുമൊക്കെ പരിശോധിച്ചതിന് ശേഷം ഞങ്ങൾ അതിനെക്കുറിച്ചൊരു തീരുമാനമെടുക്കും. ഇതിപ്പം അപേക്ഷ ക്ഷണിക്കുക പോലും ചെയ്തിട്ടില്ല. ഇതതിൻ്റെ ഒരു തുടക്കം, ഒരു നയം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം അതിൻ്റെ രൂപം കൊടുക്കും.
അംഗങ്ങൾക്ക് കൂടി കഴിഞ്ഞ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു 2 രൂപയുടെ. അത് തുടരുമോ അതോ BPL-കാർക്ക് മാത്രമേ ഉണ്ടാവൂ? നാളെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയും ഞാനും കേന്ദ്ര ഭക്ഷ്യമന്ത്രിയുമായിട്ട് ഈ 1 രൂപയ്ക്കുള്ള അരിയും അരിയുടെ പ്രശ്നവും കേരളത്തിൻ്റെ മൊത്തം അരി പൊതു വിതരണ സമ്പ്രദായത്തിലൂടെ വിതരണം ചെയ്യുന്ന കാര്യമെല്ലാം ചർച്ച ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അവരുമായി ചർച്ച ചെയ്ത് നമുക്ക് ലഭിക്കുന്ന ക്വാണ്ടിറ്റി അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ അതിനെക്കുറിച്ചൊരു അവസാന തീരുമാനമെടുക്കത്തുള്ളൂ. പക്ഷേ ഒരു കാര്യം പറയാം, ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാനുകൂല്യവും ഈ ഗവൺമെന്റ് ഇല്ലാതെയാക്കുന്നില്ല. Sir, that the government is planning to revoke ban on private practice with certain conditions. There is still confusion regarding this entire issue. What is the Chief Minister's take on this particular issue? Are you planning to revoke the private practice ban? Secondly, there is a lot of complaints regarding the exorbitant rates charged by the private hospitals for different treatment facilities and diagnostic facilities. Is the government going to standardize the prices of all such facilities in the private sector as well? And one last question regarding the endosulfan ban. Is the government planning to check the arrival of vegetables containing a lot of pesticide residue from Tamil Nadu and South Karnataka? What are the steps that the government is going to take on these issues? Regarding the private practice, we have no confusion. There are two thinking. One section arguing for private practice, at the same time very vehemently the other section opposing it. There are two thoughts. So we are discuss to all sections in connection with this issue. We will consider all aspects. Then only we will take a decision. One thing I assure you, when we take a decision, that decision will be beneficial to the common people of the state. And the second, endosulfan, the total ban was imposed by the central government on 31st October 2006. More than 4.5 years in Kerala, there is nothing happened to ban or check this endosulfan. Now the new government has decided to very vehemently implement this ban order, and the concerned officers have already started the raid in the estates go down and also checking in the checkpost. So we will continue that strong action. എൻഡോസൾഫാൻ മൂലം ദുരിതം അനുഭവിക്കുന്നവർക്ക് 100 ദിവസത്തിനുള്ളിൽ എന്തെല്ലാം പദ്ധതികൾക്ക് സഹായം ചെയ്യാൻ കഴിയും എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. ഈ ഗവൺമെന്റിന് സമയം പ്രശ്നമല്ല. ഞങ്ങൾ വേഗത്തിൽ തീരുമാനമെടുക്കും. ഈ ഗവൺമെന്റ് വന്ന് 10 ദിവസത്തിനുള്ളിലാണ് ഞങ്ങൾ മുഴുവൻ പേർക്കും 1 ലക്ഷം രൂപ വീത കൊടുക്കാൻ തീരുമാനിച്ചത്. 5 കൊല്ലം ഭരിച്ച ഗവൺമെന്റിന് 176 പേർക്ക് 50,000 രൂപ വെച്ച് കൊടുക്കാനേ സാധിച്ചു. ഞങ്ങൾ ക്യാബിനറ്റ് 2 പ്രാവശ്യം അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. എൻഡോസൾഫാനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെയും വരുത്തി ഇനിയാന്ന് തിരുവനന്തപുരത്ത് ചർച്ചയുണ്ടായിരുന്നു. ഇനി ഞങ്ങളെല്ലാവരും കൂടെ ഈ ജൂൺ മാസം 20-ാം തീയതി കാസർഗോഡ് പോവുക. കാസർഗോഡ് അവിടുത്തെ എൻഡോസൾഫാന് എതിരായി ശക്തമായി നിലപാടെടുത്തിട്ടുള്ള അവിടുത്തെ സംഘടനകൾ, അവിടുത്തെ ജനപ്രതിനിധികൾ, ജില്ലാ പഞ്ചായത്ത്, അങ്ങനെയുള്ള എല്ലാവരുമായി ചർച്ച ചെയ്യാനും അവരുടെ കൂടി അഭിപ്രായങ്ങൾ അറിഞ്ഞ ശേഷം സംസ്ഥാന ഗവൺമെന്റിന്റെ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കും. അത് 100 ദിവസത്തിനുള്ളിൽ തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ പാക്കേജ് ഉണ്ടാകും, യാതൊരു സംശയവും വേണ്ട. പക്ഷെ ഞങ്ങൾ ശ്രമിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടി സഹായത്തോടു കൂടിയിട്ടുള്ള പാക്കേജും ഈ സമയത്തിനുള്ളിലാക്കാൻ പറ്റുമോ എന്നാണ് ശ്രമിക്കുന്നത്. അത് ഞാൻ ഉറപ്പ് പറയത്തില്ല, അത് ഞങ്ങളുടെ കഴിവിനപ്പുറത്താണ്. പക്ഷെ ഞങ്ങൾ ശ്രമിക്കും കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടെ പരിപാടി ഈ സമയത്തിനുള്ളിലാക്കാനും ഈ സമയത്തിനുള്ളിൽ തന്നെ അതുകൂടെ കൂട്ടി ഒരു പൊതുവായിട്ടുള്ള പാക്കേജ് പ്രഖ്യാപിക്കാനും ഞങ്ങൾ ശ്രമിക്കും. ഇന്നത്തെ നിലയിൽ സംസ്ഥാന ഗവൺമെന്റ് ഈ മരിച്ചവർക്ക്
കൊടുക്കാൻ വെച്ചിട്ടുള്ള സാമ്പത്തിക സഹായം എല്ലാവർക്കും ഈ വർദ്ധിപ്പിച്ച തുക കൊടുക്കും. പിന്നെ അവിടെ മരിച്ചവരെക്കാൾ ബുദ്ധിമുട്ടി ജീവിക്കുന്നവരാണ് ഇതിന്റെ ഭവിഷ്യത്ത് അനുഭവിച്ച് ജീവിക്കുന്നവർ. അവരെല്ലാം ദത്തെടുക്കും. അത് ഈ 100 ദിവസത്തിനുള്ളിൽ നടന്നിരിക്കും. അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞു. പിന്നീട് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അവരുടെ ട്രീറ്റ്മെന്റാണ്. ആ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും ഇന്നലെ തീരുമാനമെടുത്തു. അപ്പോൾ ഇന്നലെ ഒരു പുതിയ ആവശ്യം ഉന്നയിച്ചു. കാസർഗോഡ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കാസർഗോഡിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ വേണ്ടവർക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ഇതാണ് നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ പറഞ്ഞു ഈ കോഴിക്കോടിനേക്കാൾ ഞങ്ങൾക്ക് അടുത്താണ് മംഗലാപുരം. മംഗലാപുരത്ത് ആശുപത്രിയിൽ പോയി ചികിത്സിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞു. ഇന്നലെ തന്നെ അതിനും അനുവാദം കൊടുത്തു കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് അവരുടെ ട്രീറ്റ്മെന്റിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പാക്കേജ് ഈ സമയപരിധിക്കുള്ളിൽ തന്നെ നടന്നിരിക്കും. അതിരപ്പള്ളി പോലുള്ള വൈദ്യുതി പദ്ധതികളോടുള്ള സർക്കാരിന്റെ സമീപനം ഉണ്ടായിരുന്നു. ഈ വികസന പദ്ധതികളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷങ്ങളാണ്. അതിനെപ്പറ്റിയുള്ള ഒരു സമീപനം. വികസനം ഞാൻ കാണുന്നത് ഇന്നത്തെ ആവശ്യമാണ്. പരിസ്ഥിതി സംരക്ഷണം നാളത്തെ ആവശ്യമാണ്. ഇന്നും നാളെയും കൂടി ഒന്നിച്ചു പോകണം. പരിസ്ഥിതി സംരക്ഷണം നാളെ ഭാവി തലമുറയുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ്. അപ്പോൾ പരിസ്ഥിതിയെ ചവിട്ടി മതിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ടുള്ള ഒരു വികസനമല്ല നാം ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിന്റെ പേരിൽ ഇവിടെ വികസനമേ പാടില്ല എന്ന നയവുമില്ല. അപ്പോൾ ഇന്നത്തെ വികസനവും നാളത്തെ തലമുറയുടെ ആവശ്യമായ പരിസ്ഥിതി സംരക്ഷണവും രണ്ടും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു സമീപനമായിരിക്കും സ്വീകരിക്കുന്നത്. ആതിരപ്പള്ളിയെക്കുറിച്ച് പറഞ്ഞു. അത് അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള സാധ്യതകളും അതിൻ്റെ എല്ലാ വശങ്ങളും ഇനിയും പരിശോധിക്കും. കഴിഞ്ഞ UDF ഗവൺമെന്റ് കാലത്ത് എല്ലാം പരിശോധിച്ച ശേഷം ആതിരപ്പള്ളി പ്രോജക്റ്റ് വേണം എന്നാണ് തീരുമാനിച്ചത്. ഈ ഗവൺമെന്റും അത് തന്നെയാണ് തീരുമാനിച്ചത്. പക്ഷേ ഇന്നും പരിസ്ഥിതിക്ക് വേണ്ടി വാദിക്കുന്നവർ അതിനെ ശക്തമായിട്ട് എതിർക്കുന്നു. നമ്മൾ എതിർപ്പിനെ വിദ്വേഷത്തോടെ അല്ലെ അസഹിഷ്ണുതയോടുകൂടിയല്ല കാണുന്നത്. അവർ പറയുന്നതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ, അതിനകത്ത് എന്തെങ്കിലും ന്യായമുണ്ടോ, അത് അംഗീകരിക്കേണ്ടതല്ല ആണോ, അത് അംഗീകരിക്കാതെ പോയാൽ നമുക്ക് എന്തെങ്കിലും ദോഷം വരുമോ, ആ അർത്ഥത്തിൽ ആതിരപ്പള്ളിയെക്കുറിച്ച് നമ്മൾ ഇന്ന് ഉയർന്നു വന്നിട്ടുള്ള എതിർപ്പുകളും പരിശോധിച്ചു വരികയാണ്. ഈ അടുത്ത 13-ാം തീയതി കേന്ദ്ര വന പരിസ്ഥിതി വകുപ്പ് മന്ത്രി കേരളത്തിൽ വരുന്നുണ്ട്. വരുന്ന സമയത്ത് കേരളത്തിന്റെ ആവശ്യങ്ങൾ എല്ലാം അദ്ദേഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിന് കേരളത്തോട് പറയാൻ ചില കാര്യങ്ങളുണ്ട്. അത് അദ്ദേഹവും പറയും. ഇങ്ങനെ ഉള്ള ഒരു ചർച്ചയിൽ പല കാര്യങ്ങൾ തീരുമാനിക്കപ്പെടാനായിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുള്ള അജണ്ടയിൽ ശബരിമലയുടെ റോഡിന്റെ പ്രശ്നം ഉണ്ട്, എടക്കൊച്ചിയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ പ്രശ്നമുണ്ട്, മത്സ്യത്തൊഴിലാളികളുടെ വീട് വെക്കുന്നതിനുള്ള തടസ്സം CRZ വന്നിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചുണ്ട്, ആതിരപ്പള്ളിയുടെ പ്രശ്നമുണ്ട്. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമ്മൾ അങ്ങോട്ട് ചർച്ചയ്ക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹവും ഇങ്ങോട്ട് ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചില നിയമനങ്ങൾ, ചില സ്ഥാപനങ്ങളുടെ നിയമനങ്ങൾ ഇന്നും PSC നടത്താൻ കഴിയുന്നില്ല. തുടർ നടപടികൾ ഇല്ലാത്തത് കൊണ്ട് സർക്കാർ നേരത്തെ PSCക്ക് കൈമാറിയിട്ടുള്ള ചില സ്ഥാപനങ്ങളുടെ നിയമനങ്ങൾ, ഏത് സ്ഥാപനം, അനത്ത്, സ്പോർട്സ് കൗൺസിൽ, KTDFC, അങ്ങനെ പോകുന്ന കുറെ സ്ഥാപനങ്ങളുണ്ട്. സർക്കാർ നേരത്തെ കൈമാറിയിട്ടുണ്ട്. പക്ഷേ അതിന് ചട്ടങ്ങളും മറ്റും ഉണ്ടാകാത്തതുകൊണ്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവിടുത്തെ നിയമനം PSC വഴി നടക്കുന്നില്ല. അത് പരിഹരിക്കാൻ എന്തെങ്കിലും നടപടി ഉണ്ടാവും. ഒന്ന്. രണ്ടാമത്തെ ഒരു ചോദ്യമുണ്ട്. സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന സർക്കാർ ശമ്പളം നടത്തുന്ന മറ്റ് സ്ഥാപനങ്ങളുണ്ട്. ഉദാഹരണം IT മിഷൻ ഉൾപ്പെടെ. ഈ സ്ഥാപനങ്ങളുടെ നിയമനങ്ങൾ PSCക്ക് വിടാൻ എന്തെങ്കിലും നടപടിയുണ്ട്? PSCക്ക് വിട്ടതായിട്ട് പ്രഖ്യാപിക്കും. PSCക്ക് വിട്ടതായിട്ട് ചിലപ്പം ഗവൺമെന്റ് ഉത്തരവിറക്കും. പക്ഷെ അതുകൊണ്ട് PSCക്ക് നിയമനം നടത്താനൊക്കത്തില്ല. PSCക്ക് നിയമനം നടത്തണമെന്നുണ്ടെങ്കിൽ
ഒരു നിയമം പാസ്സാക്കി അവർക്ക് കൊടുക്കണം. അപ്പോൾ ഈ പറഞ്ഞതിൽ ഏതിലൊക്കെ നിയമം പാസ്സാക്കിയിട്ടുണ്ടെന്ന് ഞാൻ നോക്കാം. ഒന്നറിയാം, കഴിഞ്ഞ ഗവൺമെന്റ് സർവകലാശാല നിയമനങ്ങൾ PSCക്ക് വിട്ടു. എങ്ങനെയാണെന്നറിയാമോ? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച മാർച്ച് 1-ാം തീയതി. അത് വിട്ടെന്നുള്ള പ്രഖ്യാപനമേ ഉള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ ജിയോ കാണുമായിരിക്കും. പക്ഷേ നിയമം മാറ്റിയിട്ടില്ല. അപ്പം നിയമത്തിൽ കൂടെ വിട്ടുകൊടുത്താൽ മാത്രമേ PSCക്ക് ഇത് ഏറ്റെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ നിങ്ങൾ പറഞ്ഞ ഏതൊക്കെ കാര്യങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ട്, നിയമത്തിൽ കൂടി വിട്ടുകൊടുത്തിട്ടുണ്ട് എന്ന് പരിശോധിക്കാം. നിയമത്തിൽ കൂടെ വിട്ടുകൊടുത്തിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം, നിശ്ചയമായും PSC തന്നെയായിരിക്കും നടപ്പിലാക്കുന്നത്, സംശയമില്ല. ഈ വൈദ്യുതി ബോർഡ് കോടികളുടെ നഷ്ടത്തിലാണ്, അതുകൊണ്ട് വൈദ്യുതി നിരക്ക് കൂട്ടാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്ത അന്തരീക്ഷത്തിലുണ്ട്. അതേപോലെ ഈ പാലിന്റെ വില മിൽമ കൂട്ടി, അത് നിയമതടസ്സം, അതിന്റെ ഒരു പ്രശ്നം നിലനിൽക്കുന്നു. ഈ പ്രശ്നം പിന്നെ റെഗുലേറ്ററി കമ്മീഷന് മുമ്പിലുമാണ്. രണ്ടും നേരിട്ടുമ്പോൾ ഗവൺമെന്റിന്റെ കയ്യിൽ നിൽക്കുന്നില്ല. ഗവൺമെന്റിന്റെ കയ്യിൽ വരുമ്പോൾ അതിനെക്കുറിച്ച് കാര്യങ്ങൾ പറയാം. പിന്നെ രണ്ടിലെയും പ്രശ്നങ്ങൾ, അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെന്ന് ഗവൺമെന്റ് മനസ്സിലാക്കുന്നു. കഴിഞ്ഞ സർക്കാർ തുടങ്ങി വെച്ച ചില പദ്ധതികൾ ജനരോഷം കൊണ്ടും അല്ലാതെ മുടങ്ങിപ്പോയ ചില പദ്ധതികളുണ്ട്. ഇപ്പൊ കിണാലൂർ പദ്ധതി, അതുപോലെ തന്നെ HMT ഭൂമിയിലെ സൈബർ സിറ്റി പദ്ധതി, ശോഭ ഹൈടെക് സിറ്റി, ഇങ്ങനെയുള്ള പദ്ധതികളുടെ കാര്യത്തിൽ അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ച് വീണ്ടും പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാനാണോ, അതോ ഇത് മൊത്തത്തിൽ മാറ്റിവെച്ച് ഈ സംരംഭകരുമായി വീണ്ടും ചർച്ച ചെയ്ത് വേറെ എന്തെങ്കിലും പദ്ധതിയാണ്? എന്താണ് സർക്കാരിന്റെ ഈ കാര്യത്തിലുള്ള പോളിസി? ഇതിനോടകം തന്നെ വ്യക്തമായിട്ട് ഒരു നയം പറഞ്ഞിട്ടുണ്ട്. ആര് ചെയ്തു എന്നല്ല, എന്ത് ചെയ്തു എന്നായിരിക്കും ഈ ഗവൺമെന്റ് നോക്കുന്നത്. കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്തിട്ടുള്ള നല്ലതുണ്ടെങ്കിൽ അത് നിർത്തലാക്കില്ലെന്ന് മാത്രമല്ല, അത് മുമ്പോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും. പക്ഷെ തെറ്റാണെങ്കിൽ അത് തുറന്ന് ജനങ്ങളോട് പറഞ്ഞിട്ട് അത് തിരുത്തും, സംശയമില്ല. അപ്പൊ ഇവിടെ പറഞ്ഞ സംഗതിയില് ഈ HMTയുടെ ഭൂമിയെ സംബന്ധിച്ച് കോടതി തന്നെ ക്ലിയർ ചെയ്തു എന്ന് പറഞ്ഞ് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് തന്നെ അവർക്ക് തുടർന്നുള്ള നടപടികളൊക്കെ ആയി മുമ്പോട്ട് പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. കിണാലൂരിനെ സംബന്ധിച്ച പ്രശ്നം അത് ഒന്നും തന്നെ ആയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭൂമി ഏറ്റെടുക്കൽ പോലും ആയിട്ടില്ല. ഏതായാലും കഴിഞ്ഞ ഗവൺമെന്റ് കൊണ്ടുവന്ന നല്ല കാര്യങ്ങൾ ഞങ്ങൾക്കേതായാലും ഇടതുമുന്നണിക്ക് പറ്റിയതുപോലുള്ള ഒരു മടയത്തരം പറ്റത്തില്ല. ഇടതുമുന്നണി UDF കൊണ്ടുവന്നു എന്നൊറ്റ കാരണത്തിന്റെ പേരിലാണ് സ്മാർട്ട് സിറ്റി, വിഴിഞ്ഞം തുറമുഖം, മെട്രോ റെയിൽ, കണ്ണൂർ എയർപോർട്ട്, ദേശീയ ജലപാത എല്ലാം മരവിപ്പിച്ചു. അതിന്റെ ഭവിഷ്യത്ത് അവർക്ക് നേരിടേണ്ടി വന്നു. നേരെ മറിച്ച് UDF കൊണ്ടുവന്നിടത്തിന്ന് അവർ തുടങ്ങിയിരുന്നെങ്കിൽ ഈ 5 പദ്ധതിയും 5 വർഷം കൊണ്ട് പൂർത്തിയായതിന് യാതൊരു സംശയവുമില്ല.